ഭാരതത്തിൽ ഈ പറഞ്ഞതുപോലെ എല്ലാ കാലത്തും അപ്പർ ഹാൻഡ് പറയുന്ന അനുസരിച്ച് ഇപ്പം ന്യൂസ് നൗ ആയാലും JCV ആയാലും ഏത് ചാനൽ പറയുന്ന അതുപോലെ വന്നിട്ടൊന്നുമില്ല. എത്രയോ പ്രാവശ്യം മാറി വന്നിട്ടുണ്ട്. BJPക്ക് അബ്സല്യൂട്ട് മെജോറിറ്റി പ്രഖ്യാപിച്ച സമയത്ത് വന്നില്ല. UPയിൽ BJPക്ക് അയോധ്യ അടക്കമുള്ള സ്ഥലത്തേക്ക് BJPക്ക് വലിയ വോട്ട് പിടിക്കുമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. കേരളത്തിൽ പിന്നെ UDFും LDFും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് LDF സീറ്റ് പിടിക്കും, 5-6 സീറ്റ് പിടിക്കുമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. അപ്പോൾ അത്ഭുതങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. കാരണം ജനങ്ങളെ കയ്യിലാണ് വോട്ടിരിക്കുന്നത്. എന്തായാലും ലാലു പ്രസാദ് യാദവിനെ എൻ്റെ ഫോട്ടോയും മറ്റുമൊക്കെ വെച്ച് പോസ്റ്റർ അടിച്ചത് തിരിച്ചടിയായിട്ടുണ്ടോ എന്ന് തേജസ്വി യാദവിൻ്റെ ക്യാമ്പ് ഇപ്പോൾ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. കാരണം ആളുകൾ ഇതൊന്നും മനസ്സിലാക്കാൻ മറന്നു പോകാൻ സാധ്യത. കാരണം ഒരു ചെറുപ്പക്കാരായിട്ടുള്ള ഇപ്പോൾ തേജസ്വി യാദവിൻ്റെ പ്രായമുള്ള ചെറുപ്പക്കാർ ചിലപ്പോൾ ഒരുപക്ഷെ ലാലു പ്രസാദിൻ്റെ കുത്തിത്തിരിപ്പും പരിപാടികളൊന്നും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ലാലു പ്രസാദിൻ്റെ കാലത്തുണ്ടായ കാലിത്തീറ്റ കുംഭകോണവും അദ്ദേഹം ജയിലിൽ കിടന്നതും ആ ഒരു പഴയ രാഷ്ട്രീയവും ബീഹാറിലെ ലാലു പ്രസാദിൻ്റെ പാർട്ടിയെ ജനങ്ങൾ പിറങ്കാലുകൊണ്ട് അടിച്ച ആ ഒരു കഥയുമൊക്കെ അവിടുത്തെ ഒരു മധ്യവയസ്സ് കഴിഞ്ഞവർക്ക് ഇതൊക്കെ അറിയാൻ പറ്റും. പക്ഷേ അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് അവർ മക്കളോട് പറയുകയും തിരിച്ചു ചെയ്യും, ഇവർ കള്ളൻ്റെ മകനാണവൻ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു തിരിച്ചടിയായി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ ചിന്തിക്കുമ്പോൾ അവിടെ ജാതിയുടെ ഒരു പ്രശ്നമുണ്ട്. തേജസ്വി യാദവ് വേറൊരു വിഭാഗമാണ്, മറ്റൊരാൾ വേറെ വിഭാഗമാണ്. അപ്പോൾ ജാതിയുടെ പ്രശ്നമുണ്ട്, മതത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസ്സിന് വിചാരിച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ഈ സർവേകൾ പറയുന്നത്.